ചേട്ടന്റെ പെണ്ണായി വീട്ടിൽ വന്നു. ചതിയുടെ വിത്തുകൾ പാകി നിന്നു. രക്തബന്ധമില്ലാ രാക്ഷസി വന്ന് കുടുംബം മുടിക്കണ ക്രൂരത കണ്ണ്. താലികെട്ടാൻ പോലും പണമില്ലാതാക്കി പാവം അനുജനെ തെരുവിലാക്കി. കല്യാണത്തലേന്ന് മോതിരം വാങ്ങി പണയം വെച്ചൊരു പാപിനി. അനുജന്റെ ഭാര്യതൻ വീട്ടുകാർ പണമൊഴുക്കി മുല്ലപ്പൂവിനു പോലും മുടക്കിയില്ലേ. നാട്ടുകാർ നൽകിയ വിവാഹസമ്മാനം കൈക്കലാക്കിയൊരു കല്ല് നെഞ്ചോളെ. താലികെട്ടി പടിയിറങ്ങുമ്പോൾ അനുജന്റെ കൈയിൽ 12 രൂപ. ആ പണം കൊണ്ടാ യാത്ര തുടങ്ങിയ നിറകണ്ണാലെ അനുജന്റെ ഭാര്യ നോക്കിനിന്നു. 40 വയസ്സുവരെ പണിയെടുത്തു നേടിയതെല്ലാം നീ കവർന്നില്ലേ? അനുജൻ പണിതൊരു വീടും അവിടുത്തെ ടിവിയും മിക്സിയും കട്ടിലും കസേരയും അലമാരയും മോട്ടോറും ഗ്യാസുമെല്ലാം അനുജൻ നൽകിയ ദാനമല്ലേ? സ്വർണവും പട്ടും പുത്തനുടയാടയും അണിഞ്ഞു നീ നാട്ടിൽ വിലസിയല്ലോ. ഗർഭിണിയാം അവളെ അവളുടെ അമ്മയും മുത്തശ്ശനും കൂടി നോക്കിക്കൊള്ളട്ടെ. ഭാര്യയെ വിട്ടു നീ തിരികെ വരിക, എന്നെയും ചേട്ടനെയും നോക്കിടുക. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെ അവർ നോക്കിക്കൊള്ളുമെന്നു നീ ചൊന്നില്ലേ? പട്ടിണി കിടന്നു അനുജന്റെ ഭാര്യയെവിടെ? പട്ടുമണിഞ്ഞു നീ ഇവിടെ വാണു. 2012-ൽ പിറന്നൊരു കുഞ്ഞിനെ 4 വയസ്സുവരെ കാണിച്ചില്ലല്ലോ. തിരികെ വിളിച്ചു നീ അനിയനെ. അന്ന് അടിമയെപ്പോലെ പണിയെടുപ്പിച്ചു. അടുക്കള പോലും പുതുക്കി പണിയിച്ചു. പണവും പൊന്നും വാങ്ങി നീ വാണു. 4-ാം വയസ്സിൽ പട്ടിണി മാറ്റാൻ അച്ഛനെത്തേടി വന്നൊരു കുഞ്ഞിനെ സുഖമില്ലാതായ നേരത്തുപോലും അച്ഛനെ മുറിയിൽ പൂട്ടിയിട്ടോളെ. അന്യനാട്ടിൽ ആ അമ്മയും കുഞ്ഞും ഒറ്റയ്ക്ക് ആശുപത്രി കയറിയിറങ്ങി. 3 നാൾ അച്ഛനെ തടഞ്ഞു നീ വെച്ചു. മറ്റുള്ളവർ നൽകിയ അന്നം കഴിച്ച് കണ്ണീരോടെ മടങ്ങി ആ പാവങ്ങൾ. താലി കോർക്കാൻ മാല വാങ്ങുമ്പോൾ അരുതെന്നു ചൊല്ലി നീ തടഞ്ഞില്ലേ? ചരടിൽ കോർത്താൽ മതിയല്ലോ എന്ന് അനുജന്റെ ഭാര്യയെ നോവിച്ചവളെ. ഒരു പവൻമാല നൽകാൻ പോലും സമ്മതിക്കാത്തൊരു കല്ല് നെഞ്ചോളെ. അമ്മ മരിച്ചൊരു നേരത്ത് കർമ്മം അനിയനെക്കൊണ്ടു നീ ചെയ്യിപ്പിച്ചു. സുഖമില്ലാതായ നേരത്തു നീ അനുജനെ ഭാര്യക്കരികിൽ വിട്ടു. അനിയൻ പടിയിറങ്ങിയ നേരം ഓഹരി മരങ്ങൾ മുറിച്ചുവിറ്റു. ബാങ്കിലിട്ടു നീ നിന്റെ പേരിൽ അനിയനു നൽകിയിലൊരു രൂപ പോലും. കണ്ണു കാണാതെ അനിയൻ വീഴുമ്പോൾ ഒരെണ പോലും കൊടുത്തില്ലല്ലോ. അമ്മ എഴുതിയ വിൽപ്പത്രത്തെ അട്ടിമറിക്കുവാൻ പ്ലാനിട്ടു നീ. 3ആയി വിഭജിക്കണമെന്ന സത്യം കള്ളപ്രമാണം കൊണ്ടു നീ മറച്ചു. രസീത് പോലും കാണിച്ചിടാതെ, വായിക്കാൻ പോലും നൽകിടാതെ ഒപ്പിടുവിക്കാൻ നോക്കുന്ന ചതി നീ 5 വർഷമായി തുടരുന്നല്ലോ. റേഷൻ കാർഡിലും ചതിവുകൾ കാട്ടി പേരുവെട്ടാൻ നിനക്കെന്തു ധൈര്യം? 30 വർഷം നീ റേഷൻ തിന്നു. 3 മാസത്തെ വിശപ്പടക്കാൻ അനിയനരി വാങ്ങിയ നേരം കാർഡിൽ നിന്നു നീ പേരുവെട്ടി. 2025-ൽ അഡ്രസ്സില്ലാതെ അനിയനെ നീ തെരുവിലാക്കി. അമ്മ മരിച്ചൊരാ ഒഴിവിൽ നീയിന്ന് വീടും നിലവും തട്ടിയെടുക്കുന്നു. ഉടമസ്ഥയായി നീ ചമഞ്ഞുനിന്ന് പിതൃസ്വത്തെല്ലാം അടക്കി വാഴുന്നു. അനിയനും ഭാര്യയ്ക്കും കുഞ്ഞിനും നൽകാതെ എല്ലാം നിന്റേതാക്കി മാറ്റുന്നവളെ. മരുമകൾ എന്നൊരു നിഴലായി വന്ന് കുടുംബം ചതിച്ചു തീർക്കുന്നവളെ. ദൈവം നിനക്ക് വരും ജന്മത്തിൽ നൽകും ഇതിനുള്ള മറുപടി നിശ്ചയം. ഞാൻ വാസുദേവനാണ്. ഞാനാണ് ഇടുന്നത്.